ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് വിറ്റ്നീസ് തിയർ ആണ് അല്ലേ? അതായത് വിറ്റ്നീസ് തിയർ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഗ്രാഫ് അതിന് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് എങ്കിൽ അതെന്താണ്, അതിലുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് തമ്മിലുള്ള പാത്തുകൾ ടു ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും എന്നാണ് അല്ലെ? ഏത് രണ്ട് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് വിറ്റ്നീസ് തിയറം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അറ്റ്ലീസ്റ്റ് ടു ഇന്റേണൽ, ഏറ്റവും കുറഞ്ഞത് രണ്ട് ഇന്റേണൽ പാത്തെങ്കിലും ഉള്ള ഒരു ഗ്രാഫ് ഉണ്ട് എങ്കിൽ അത് ടു കണക്റ്റഡ് ആണ് എന്നും കൂടിയാണ്. വിറ്റ്നീസ് തിയറം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അത് പ്രൂവ് ചെയ്ത് നമുക്കറിയാം ടു കണക്റ്റഡ് ആണ് തീർത്തു. അങ്ങനെയാണെങ്കിൽ കട്ട് വെർട്ടെക്സ് എല്ലാം നസ്യം കിട്ടും അല്ലെ? ടു കണക്റ്റഡ് ആണെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ അതായത് യു ബി പാത്തിന്റെ ഡിസ്റ്റൻസിന്റെ മുകളിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രൂവ് ചെയ്തത്. അപ്പം അതിൽ നമ്മൾ 1-നെ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ 2-ന് അപ്ലൈ ചെയ്തു, അല്ല സോറി K-1-ന് അപ്ലൈ ചെയ്തു, പിന്നെ നമുക്ക് Kക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തു അല്ലേ? അങ്ങനെ കോൺവേഴ്സും നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയർ ആണ്. Okay, a graph G with at least 3 vertices is two connected if and only if any two vertices of G is lying on a common cycle. എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാഫ് ഉണ്ട്, അതെന്താണ് ടു കണക്റ്റഡ് ആണെങ്കിൽ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു സൈക്കിളിൽ ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു സൈക്കിളിൽ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും എന്ന് പറയണം. ഓക്കെ, മനസ്സിലാക്കുക. ഏതൊരു വെർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു സൈക്കിളിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറയണം, ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രൂഫ്, അപ്പൊ ഇവിടെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടു കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, ടു കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് എടുത്തു. അങ്ങനെ ടു കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ വിറ്റ്നീസ് തിയറം പ്രകാരം അല്ലേ, നമുക്ക് വിറ്റ്നീസ് തിയറം പറയാം. എന്തായിരുന്നു വിറ്റ്നീസ് തിയറം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ജി ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈച്ച് അല്ലേ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, എന്തായിരുന്നു? Any two vertices are connected by at least two internally disjoint paths അല്ലേ? അതായത് അത് പ്രകാരം വിറ്റ്നീസ് തിയറം പ്രകാരം എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് രണ്ട് വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അവ തമ്മിൽ ഡിസ്റ്റോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവ തമ്മിൽ ഉള്ള പാത്തുകൾ ഇന്റേണലി ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ ഉണ്ടായിരിക്കുന്ന, ഓക്കെ, ഒരു പാത്ത്, ഇത് വേറൊരു പാത്ത്, അങ്ങനെ രണ്ട് പാത്തുകൾ ഉണ്ടായിരിക്കുന്ന. അപ്പം അവ രണ്ടും എന്താണ്? കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാത്ത് P1 യൂണിയൻ P2 എന്തായി മാറും? ഇതൊരു സൈക്കിളായി മാറും
ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞതിന്റെ പ്രൂഫ് ആയി കഴിഞ്ഞു. അതായത് യുവും വിയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൈക്കിളാണ് സി ഈക്വൽ ടു ആര് P1 യൂണിയൻ P2. ഓക്കെ, വിറ്റ്നീസ് തിയറം പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാണ്ട്. കോൺവേഴ്സ് പ്രകാരം എന്താണ്? കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തിട്ടുണ്ട് എങ്കിലും അതെന്താണ് ഒരു സൈക്കിളിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഈ സൈക്കിളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താണ് പറയേണ്ടത്? ടു കണക്റ്റഡ് ആണ് എന്ന് പറയാം. അപ്പൊ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറയുമ്പം സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക, യുവിൽ നിന്നും ഇങ്ങനെ പോകുന്ന ഒരു പാത്തും അല്ലേ, ഈ പാത്തും ഇത് വേറൊരു പാത്തും, അതായത് ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളുടെ യൂണിയനാണ് സൈക്കിൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിയൻ പാത്ത് ആയതുകൊണ്ട് യു വി എന്ന് പറയുന്നത് എന്താണ്? ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും, യുവിൽ നിന്നും വിയിലൊക്കെ അല്ലെ. അങ്ങനെയാണ് എങ്കിൽ വിറ്റ്നീസ് തിയറം എന്തായിരുന്നു പറഞ്ഞത്? വിറ്റ്നീസ് തിയറം തന്നെ അല്ലെ. വിറ്റ്നീസ് തിയറം എന്തേ പറഞ്ഞത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതായത് ടു കണക്റ്റഡ് ആണ് എങ്കിൽ അവിടെ എല്ലാ രണ്ട് വെർട്ടെക്സുകളും തമ്മിൽ ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകളുണ്ട്. രണ്ട് വെർട്ടെക്സുകൾ എടുത്ത് ഏത് രണ്ട് വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താണത്? ടു കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? യുവും വിയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈക്കിളിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൈക്കിളിന് രണ്ട് ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന്റെ യൂണിയൻ ആയിട്ട് സൈക്കിൾ എന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വിറ്റ്നീസ് തിയറം പ്രകാരം ഏത് രണ്ട് വെർട്ടെക്സുകൾ യുവും വിയും എടുത്താലും അത് ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകളാക്കി വരയ്ക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വിറ്റ്നീസ് തിയറം പ്രകാരം എന്താണ്? ജി എന്ന് പറയുന്നത് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല? ഇല്ലല്ലോ, ആരും ഒന്നും പറയുന്നുമില്ല. ഇല്ല സർ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ പ്രൂഫുകൾ മുമ്പുള്ള തിയറങ്ങളിൽ നിന്നും തന്നെ കിട്ടും. ഷോ ദാറ്റ് എ ഗ്രാഫ് G with at least three vertices is two connected if and only if any vertex and any edge of G lie on a common cycle. ഏത് വെർട്ടെക്സും ഏത് എഡ്ജ് എടുത്തിട്ടുണ്ട് എങ്കിലും അത് ഒരു കോമൺ സൈക്കിളിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഇത് വിറ്റ്നീസ് തിയറത്തിന്റെ തന്നെ ഒരു കൊറോളറി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആണ്. അതിൽ നിന്ന് തന്നെ തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അത് ടു കണക്റ്റഡ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഏത് രണ്ട് എഡ്ജുകൾ എടുത്താലും കോമൺ ആയിട്ട് ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഇതും വിറ്റ്നീസ് തിയറത്തിന്റെ തന്നെ എന്താണ് കൊറോളറിയോ അല്ലെങ്കിൽ സൈഡ് റിസൾട്ട് ആയിട്ട് വരുന്നതാണ്. പിന്നെ അടുത്ത ഹോംവർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോംവർക്കും കൂടിയാണിത്. കാരണം സത്യത്തിൽ എഡ്ജ് കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് വിറ്റ്നീസ് തിയറത്തിന്റെ എഡ്ജ് കണക്ടിവിറ്റി ഫോം ആണ്. ഓക്കെ, അതായത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഒരു ഗ്രാഫ് ഉണ്ട് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അത് ടു എഡ്ജ് കണക്ട് ആണെങ്കിൽ, നേരത്തെ എന്തായിരുന്നു? ടു കണക്റ്റഡ് ഗ്രാഫ് എന്നാ. കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സ് കണക്റ്റഡ് അല്ലെ. വെർട്ടെക്സ് കണക്റ്റഡിനെയാണ് നമ്മൾ ടു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ടു എഡ്ജ് കണക്റ്റഡ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടു ഡിസ്റ്റിങ്ക്റ്റ് vertices of G are connected by at least two edge disjoint paths. Very important. യും വിയും
ആണ് എന്ന് വിചാരിക്കുക. അത് തമ്മിലുള്ള എഡ്ജ് കണക്റ്റഡ് പാത്ത് ഉണ്ട്. എഡ്ജ് കണക്റ്റഡ്, അപ്പൊ വെർട്ടെക്സുകൾ കോമൺ ആവാം. പക്ഷെ എഡ്ജ് എന്തായിക്കൊള്ളൂല, ഒരിക്കലും എന്താവാൻ പാടില്ല, സെയിം ആവാൻ പാടില്ല. എഡ്ജ് ഡിസ്റ്റോയിന്റ് പാത്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളുടെ വിറ്റ്നീസ് തിയറത്തിന്റെ തൊട്ട് മുകളിൽ ചെയ്ത അതേ മോഡലിൽ തന്നെയാണ് പ്രൂഫ്. ആ വെർട്ടെക്സിന് പകരം എഡ്ജ് ആക്കിയിട്ട് ഒന്ന് മാറ്റം വരുത്തി ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, അത് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. ഗൂഗിൾ അമ്മാവിലൊക്കെ റെഫർ ചെയ്യാം, നിങ്ങൾക്ക് ഏത് ബുക്കും റെഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ചെയ്യട്ടോ. ഓക്കെ, ഇനി അടുത്ത തിയറം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന തിയറാണ്. തൊട്ട് മുകളിലുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല ഇത്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ല തോന്നുന്നു. അപ്പൊ അത് ചോദിക്കാം. ഓക്കെ, അപ്പൊ തിയറം, അതായത് ഒരു 2 കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. ഏത് 2 ലോങ്സ്റ്റ് സൈക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ 2 വെർട്ടിസസ് കോമൺ ആയിട്ടുണ്ടാവും. അതായത് ഒരു സൈക്കിൾ എടുത്തു, വേറൊരു നീളമുള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള സൈക്കിളുകൾ എന്നാണ് പറഞ്ഞത്. ഈ 2 സൈക്കിളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് 2 വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഇതും U1 ആണെങ്കിൽ ഇവിടെയും ഒരു U1 ഉം, ഇത് V1 ആണെങ്കിൽ ഇതും V1 ആണ് എന്നും പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഏതൊരു 2 കണക്റ്റഡ് ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലെ വലിയ 2 സൈക്കിൾ എടുത്താൽ, അങ്ങനെയാണ് കേട്ടോ, വലിയ 2 സൈക്കിൾ എടുത്താൽ അതിൽ കോമൺ ആയിട്ട് 2 വെർട്ടെക്സുകൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. അതിന് നമ്മൾ ചെയ്യുന്നത് പ്രൂഫ് സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ചാൽ കൺസെപ്റ്റ്സ് ആണ് സിമ്പിൾ. നിങ്ങൾ കാണാപ്പാടല്ല പഠിക്കേണ്ടത്, കൺസെപ്റ്റ്സ് പഠിക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഴുതാൻ കഴിയാന്നുള്ളതാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്, ആ നോട്ടിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. നോട്ട് സത്യത്തിൽ തരരുത്, എന്നാൽ നിങ്ങൾ അത് കൊളാക്കും. പോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു നോട്ട് കുറക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 സൈക്കിളുകൾ ഉണ്ട് എന്ന് പറയണം. അതായത് ലോങ്സ്റ്റ് സൈക്കിളുകൾ, അത് ഞാൻ എടുത്തു C1 ഉം. ലെറ്റ് C1 ആൻഡ് C2 ആർ ദി ലോങ്സ്റ്റ് സൈക്കിൾ. C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U1 U2 എക്സെട്ര UK V1. ഓക്കെ, അതുപോലെ തന്നെ C2 എന്ന് പറയുന്ന വേറൊരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിള് V1 V2 എക്സെട്ര VK V1 എന്ന് പറയുന്ന 2 ലോങ്സ്റ്റ് സൈക്കിൾ വിത്ത് ലെങ്ത് K ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഞാൻ ഏകദേശം ഒരു സൈക്കിള് ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതൊരു സൈക്കിൾ. ഓക്കെ, ഇത് C1, ഇങ്ങനെ ഇത് U1. ഓക്കെ, ഇത് C1 സൈക്കിള്. ഓക്കെ, അടുത്തത് C2 എന്ന് പറയുന്ന വേറൊരു സൈക്കിള്, അതിൻ്റെ V1. ഓക്കെ, ഇത് C2 എന്ന് പറയുന്ന സൈക്കിൾ. അങ്ങനെയാണ് എങ്കിൽ ഇതൊരു ഗ്രാഫിലെ 2 സൈക്കിളുകളാണ്. ഗ്രാഫ് എന്താണ്, 2 കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, അതായത് ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, അപ്പം ഏത് 2 നമ്മളുടെ വിറ്റ്നീസ് തിയറം പ്രകാരം 2 കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമ്മളുടെ വിറ്റ്നീസ് തിയറം എന്തായിരുന്നു സ്റ്റേറ്റ് ചെയ്ത്, വിറ്റ്നീസ് തിയറം എന്തായി പറഞ്ഞത്,
അതായത് ടു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആ വെർട്ടെക്സുകൾ തമ്മിൽ ടു ഡിസ്റ്റോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും എന്നാണ്. ഞാൻ ഈ സർക്കിളിലെ അല്ലെങ്കിൽ ഈ സൈക്കിളിലെ യു ഐ എന്ന് പറയുന്ന വെർട്ടെക്സും ഈ സർക്കിളിലെ വി ജെ എന്ന് പറയുന്ന വെർട്ടെക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ യു ഐയിൽ നിന്നും വി ജെയിൽക്ക് ഒരു ടു ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും. ഇത് എന്തുകൊണ്ട്? ഇതൊരു ഗ്രാഫ് ജിയിലുള്ള വെർട്ടെക്സുകളാണ്. അപ്പം ഇവിടെ നിന്നും ഒരു പാത്ത് വി ജെയിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ പാത്ത് ഓക്കെ, ഇങ്ങനെ ഒരു പാത്ത് വി ജെയിൽക്ക് ഉണ്ടായിരിക്കും. അതിനെ ഞാൻ P1 എന്ന് വിളിച്ചു. P1. ഓക്കെ. അതുപോലെ തന്നെ രണ്ട് പാത്തുകൾ ഉണ്ടായിരിക്കും ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ യു ഐയിൽ നിന്നും വി ജെ എന്ന് പറയുന്ന ഇതിലേക്ക് ഒരു പാത്ത് ഉണ്ട്. അതിനെ ഞാൻ P1 എന്ന് വിളിച്ചു. അതുപോലെ തന്നെ വേറെ ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും ഉണ്ടാവും. കാരണം തിയറം അതാ, വിറ്റ്നീസ് തിയറം അതാ പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു യു എൽ എന്ന് പറയുന്ന ഒരു വി പി എന്ന് പറയുന്ന C2-ലെ വി പി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സുകളും എടുത്തു. അങ്ങനെയാണ് എങ്കിൽ വിറ്റ്നീസ് തിയറം പ്രകാരം ഇവിടുന്ന് യു എല്ലിൽ നിന്നും വി പിയിലേക്കും രണ്ട് ഇന്റേണലി ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകളുടെ പാത്ത് ഉണ്ടായിരിക്കും. അതിലൊരു പാത്ത് എടുത്തു ഞാൻ, അതിനെ P2 എന്ന് വിളിച്ചു. അപ്പം യു ഐയിൽ നിന്നും ബി ജെയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വെർട്ടെക്സുകൾ യു ഐയും ബി ജെയുമായിട്ടുള്ള P1 എന്ന് പറയുന്ന പാത്തും യു എല്ലും ബി പിയും എൻ്റെ വെർട്ടിസസ് ആയിട്ടുള്ള P2 എന്ന് പറയുന്ന പാത്തും എടുത്തു. രണ്ട് സൈക്കിളാണ്, പക്ഷേ ഒരു ഗ്രാഫിലായതുകൊണ്ട് ഗ്രാഫ് കണക്റ്റഡ് ആണ്. അതായത് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പൊ വിറ്റ്നീസ് തിയറം അപ്ലൈ ചെയ്യാം. വിറ്റ്നീസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ടു കണക്റ്റഡ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതായത് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അവ തമ്മിലുള്ള രണ്ട് പാത്തുകൾ ഇന്റേണലി ഡിസ്റ്റോയിന്റ് ആയിരിക്കും, അല്ലെ? അറ്റ്ലീസ്റ്റ് രണ്ട് പാത്തുകൾ. ഓക്കെ, അപ്പോ ഞാൻ ഇതിങ്ങനെ എടുത്തു. എനിന്റെ ചോദ്യം നോക്കണേ, എനിന്റെ ചോദ്യം. അപ്പോ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ C1 എടുത്തു, സൈക്കിൾ 1. സൈക്കിൾ 1. ഈ സൈക്കിൾ 1-ല് യു ഐയും യു എല്ലിനും എൻഡ് വെർട്ടിസസ് ആയിട്ടുള്ള രണ്ട് ഇന്റേണലി ഡിസ്റ്റോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും. അതൊന്ന് ഈ കുഞ്ഞാപ്പും ഇതും ഇപ്പുറത്തുള്ള കുഞ്ഞാപ്പാണ്. ഇതിൽ ലോങ്സ്റ്റ് ലെങ്ത് ഉള്ളതിനെ ഞാൻ L1 എന്നും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ലോങ്സ്റ്റ് C2-ലെ എൻഡ് വെർട്ടിസസ് ആയ വി ജെയും ബി പിയും തമ്മിലുള്ള ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പാത്ത് ഉണ്ടായിരിക്കും. ആ പാത്തിലെ ലോങ്സ്റ്റ് ലെങ്ത് ഉള്ള പാത്തിനെ ഞാൻ L2 എന്നും വിളിച്ചു. ഓക്കെ, അങ്ങനെ L1 എന്നും L2 എന്നും വിളിച്ചു. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ചോദ്യം സിമ്പിളാണ്. അതായത് L1 യൂണിയൻ P1 യൂണിയൻ L2 യൂണിയൻ P2 എന്തായി മാറും? അത് ഞാൻ ശ്രദ്ധിക്കുക. L1 എന്ന് പറഞ്ഞാൽ യു എല്ലിൽ നിന്നും ഇങ്ങനെ യു ഐയിലെത്തി, അല്ലെ? യൂണിയൻ P1 എന്ന് പറയുമ്പം യു ഐയിൽ നിന്നും വി ജെയിലെത്തി, യൂണിയൻ L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ജെയിൽ നിന്നും വി പിയിലേക്കാണ്. പിന്നെ യൂണിയൻ P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി പിയിൽ നിന്നും യു എല്ലിലേക്ക്. അപ്പം ഈ കുഞ്ഞാപ്പൂവിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതൊരു സൈക്കിളാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അതായത് രണ്ട് സൈക്കിളുകളും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ആ രണ്ട് വെർട്ടക്സുകൾ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തത് ഇത് രണ്ടിലും കോമൺ ആയിട്ട് വെർട്ടക്സുകൾ ഒന്നും ഇല്ല എന്നുള്ള അസംഷനാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് C1ലും C2ലും കോമൺ ആയിട്ട് ഒരു വെർട്ടക്സുകളും ഇല്ല എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് കോൺട്രഡിക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പം രണ്ടിലും കോമൺ ആയിട്ട് വെർട്ടക്സ് ഇല്ല എടുത്തിട്ട് അപ്പം U1 U2 U3 എക്സെട്ര U1 എന്ന് പറയുന്നതാണ് ആദ്യത്തെ സൈക്കിള് C1ഉം C2 എന്ന് പറയുന്നത് വേറൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടക്സുകൾ V1 V2 എക്സെട്ര VK V1 എന്ന് പറയുന്ന ഇതാണ് സൈക്കിൾ എന്നാണ് എടുത്തത്. ഓക്കെ, നമ്മളുടെ ഈ കൺസെപ്റ്റ് പ്രകാരം L1 യൂണിയൻ P1 യൂണിയൻ L2 യൂണിയൻ P2 എന്ന് പറയുന്നത് ഒരു വലിയ സൈക്കിളാണ്. എന്തിനേയും കാട്ടിലും വലുതാണ് അത് വരിക. അപ്പോഴും C1നെയും കാട്ടിലും അല്ലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ കുഞ്ഞാപ്പുവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് C1നെയും കാട്ടിലും അതുപോലെ C2നെയും കാട്ടിലും വലുതായിരിക്കും. ദാറ്റ് മീൻസ് അത് വലുതായിരിക്കും എന്നുള്ളതിനെ കൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? അസംഷൻ എന്താണ്? ലോങ്സ്റ്റ് പാത്താണ് എന്ന് എടുത്തിട്ടുണ്ട്. C1ഉം C2ഉം ലോങ്സ്റ്റ് പാത്താണ്. അതിനേക്കാളും വലിയൊരു പാത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഉണ്ട് എന്നാണ് കിട്ടിയത്. എന്തുകൊണ്ട് അങ്ങനെ കിട്ടാൻ കാരണം? നമ്മൾ എടുത്ത ഒരു സാധനത്തിന്റെ പ്രശ്നമാണ്. അതായത് കോമൺ ആയിട്ട് ഇതിലൊരു എന്തില്ല എന്നെടുത്തു, വെർട്ടെക്സ് ഇല്ല എന്നെടുത്തത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി, കോൺട്രഡിക്റ്റ് ചെയ്തു നമ്മളെടുത്ത അസംഷൻ. അതായത് കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഓരോ വെർട്ടെക്സ് എങ്കിലും ഉണ്ട് എന്നുള്ള അസംഷനിലാണ് ഇനി നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്തു U1 ആണ് V1ന് ഈക്വൽ, അതായത് കോമൺ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്, U1 ആണ് അത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പം ഗ്രാഫിന്റെ അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒന്ന് C1 എന്ന് പറയുന്നത്, അപ്പം ഇതാണ് U1 എങ്കിൽ ഇതിനെ സംബന്ധിച്ച് സൈക്കിള് C1, അപ്പം മറ്റേ സൈക്കിളിനെ സംബന്ധിച്ച് ഈ കുഞ്ഞാപ്പ് ആരായിരിക്കും? U2 ആയിരിക്കും. സോറി, V1 ആയിരിക്കും. C1നെ സംബന്ധിച്ച് ഇയാള് U1ഉം C2നെ സംബന്ധിച്ച് ഈ കുഞ്ഞാപ്പ് U2ഉം V1ഉം ആയിരിക്കും അല്ലെ? C2 ഒരൊറ്റ ഒന്നുണ്ട് എന്ന് എടുത്തു. നമുക്ക് കിട്ടേണ്ട രണ്ട് വെർട്ടെക്സ് എങ്കിലും ഉണ്ട് എന്ന് പറയണം, എന്നാലാണ് നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോ ഇവിടെ G എന്ന് പറയുന്നത് എന്താണ്? ടു കണക്റ്റഡ് ഗ്രാഫാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും U1 എന്താവൂല, കട്ട് വെർട്ടെക്സ് ആവും. ടു കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ആവണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുള്ളൂ. അപ്പൊ U1 എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യൂല, കട്ട് വെർട്ടെക്സ് ആവൂല. ഓക്കെ ആണോ? അല്ലേ? ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഏതൊരു UI എടുത്തു, ഞാൻ UI ഉണ്ട് എന്ന് വിചാരിക്കാം. UI എടുത്തു. അത് ഏതിലുള്ള എലമെന്റ് ആണ്? C1ലുള്ള എലമെന്റ് ആണ്, അതായത് വെർട്ടെക്സ് ആണ്. U1 അല്ലാത്ത ഏതൊരു വെർട്ടെക്സും ഞാൻ എടുത്തു. കാരണം U1 കട്ട് വെർട്ടെക്സ് അല്ല. എന്തുകൊണ്ട്? മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ആവണം. അപ്പോ UI എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിന് എടുത്തു. ഏതിൽ നിന്നും? C1 മൈനസ് U1ൽ നിന്നും. അതുപോലെ തന്നെ ഞാൻ VI അല്ലെങ്കിൽ VJ എന്ന് പറയുന്ന
ഒരു വെർട്ടെക്സ് എടുത്തു. ഏതിൽ നിന്നും? C2-വിൽ നിന്നും. ഏത് വെച്ചിട്ട്? V1. കാരണം U1 V1ഉം ഒന്ന് തന്നെയാണ്, സെയിം വെർട്ടെക്സ് തന്നെയാണ്. അപ്പൊ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ VJ എന്ന് പറയുന്ന ഇത് UI, വേറൊരു വെർട്ടെക്സ് എടുത്തു VJ എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ടു കണക്റ്റഡ് ഗ്രാഫാണ് G. അപ്പം നമുക്ക് കിട്ടി ഇവിടെ നിന്നും ഒരു പാത്ത് ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെ നിന്നും ഒരു പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നിന്നും UI-യിൽ നിന്നും VJ-യിലേക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്റെ ചോദ്യം, ഞാൻ ഇതിൽ നിന്നും ഇതിലുള്ള വലിയ ലെങ്ത്, അതായത് UI-യിൽ നിന്നും U1-ലേക്ക് ഈ C1 എന്ന് പറയുന്ന സൈക്കിൾ എടുത്താൽ UI-യിൽ നിന്നും U1-ലേക്ക് രണ്ട് ഡിസ്ജോയിന്റ് പാത്തുകളുണ്ട്. അതിൽ ഏറ്റവും വലുതിനെ ഞാൻ P എന്നും ഈ കുഞ്ഞാപ്പ് പാത്തിനെ ഞാൻ P1 എന്നെടുത്തു. ഓക്കെ, P1 എന്നെടുത്തു, അതായത് UI-യിൽ നിന്നും VJ-യിലേക്കുള്ള പാത്തിന്. അതുപോലെ തന്നെ C2 കൺസിഡർ ചെയ്താൽ അതിൽ V1-ൽ നിന്നും VJ-യിലേക്ക് രണ്ട് പാത്ത് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലുതിനെ ഞാൻ Q എന്നും എടുത്തു. ഓക്കെ, വലുതിനെ ഞാൻ Q എന്നും എടുത്തു. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ചോദ്യം, P യൂണിയൻ P1 യൂണിയൻ Q എന്തായി മാറും? എന്തായി മാറും? P യൂണിയൻ P1 യൂണിയൻ Q എന്തായി മാറും? ഒരു സൈക്കിളായി മാറും. നോക്കാം, P എന്ന് പറയുന്നത് U1-ൽ നിന്നും UI-യിലേക്ക് അല്ലെ, UI-യിൽ നിന്നും P1 VJ-യിലേക്ക്, VJ-യിൽ നിന്നും QY V1, അതായത് U1-ലേക്ക് തന്നെ. അപ്പൊ ഒരു വലിയ പാത്ത് കിട്ടും. ആ പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇത് എന്തായിരിക്കും? വലിയൊരു സൈക്കിളാണ്. എന്തിനേയും കാട്ടിലും വലുതായിരിക്കും, C1-നെയും കാട്ടിലും C2-നെയും കാട്ടിലും വലുതാണ്. അപ്പോ നമ്മള് കോൺട്രഡിക്റ്റ് ചെയ്തു. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് C1-ഉം ഇവിടുത്തെ C1-ഉം C2 ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാത്തുകളെന്ന്, അല്ലെങ്കിൽ സൈക്കിളുകളെന്ന്. അപ്പം P1 യൂണിയൻ അല്ലെങ്കിൽ P യൂണിയൻ P1 യൂണിയൻ Q എന്ന് പറയുന്ന കുഞ്ഞാപ്പു വലിയ പാത്ത് കെട്ടി നമുക്ക്. അപ്പം കോൺട്രഡിക്റ്റ് ചെയ്തു. എന്താണ് കോൺട്രഡിക്റ്റ് ചെയ്തത്? നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണ് കോൺട്രഡിക്റ്റ് ചെയ്തത്? അതായത് U1 = V1 എന്ന് പറയുന്നത്, അതായത് ഒരൊറ്റ ഒന്നല്ല കോമൺ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഡിസ്റ്റോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തു. ഡിസ്റ്റോയിന്റ് ആയിട്ട് ചെയ്തപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പൊ ഡിസ്റ്റോയിന്റ് അല്ല എന്ന് കേട്ടി. ഇപ്പൊ നമ്മൾ എടുത്തത് ഒരൊറ്റ വെർട്ടെക്സേ കോമൺ ആയിട്ടുള്ളൂ എന്ന് എടുത്തു സൈക്കിളിൽ. പക്ഷെങ്കിൽ അതും കോൺട്രഡിക്റ്റ് ചെയ്തു. Therefore നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അതായത് ഇതിൽ നിന്നും നമുക്ക് കിട്ടിയത് എന്താണ്? അറ്റ്ലീസ്റ്റ് 2 വെർട്ടെക്സ് കോമൺ ആയിരിക്കും. C1-ലും C2-ലും എന്താണ്? 2 വെർട്ടെക്സ് എങ്കിലും കോമൺ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മളുടെ കൺസെപ്റ്റ്സ് റെഡി ആവുള്ളൂ എന്ന് കിട്ടി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ? ആയിരിക്കില്ല. ഓക്കെ, റെഡിയാണോ? അല്ലേ? റെഡിയാണ്. ഓക്കെ, പനിക്കോണ് ഇവര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇതിലാണ്. എത്ര പേരേ ഉള്ളൂ ഇതില്? ഞാൻ നോക്കിയിട്ടില്ല. 11 പേര് ടോട്ടൽ. 9 പേരില്ലേ? ഓക്കെ, കഴിയുന്നതിനനുസരിച്ച് കുറയാണല്ലോ. നോട്ട് ഇട്ടിട്ടാണല്ലേ? പേടിക്കണ്ട, ഞാൻ നോട്ട് നിർത്തി തരാം. ഓക്കെ, അടുത്ത
തിയറം. ഒരു ഗ്രാഫ് ഉണ്ട്, അത് 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫാണ്. പ്രത്യേകം ശ്രദ്ധിക്കാതെ 3 എഡ്ജ് കണക്റ്റഡ്. അപ്പം വെർട്ടെക്സ് കണക്റ്റ് അല്ല, എഡ്ജ് കണക്റ്റഡ് ആണ്. നമ്മൾ മുമ്പ് വിറ്റ്നീസ് തിയറത്തിന്റെ മോഡൽ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അതായത് എന്തായിരുന്നു, 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 2 വെർട്ടസസ് എന്തായിരിക്കും, പാത്ത് കണക്റ്റഡ് ആണ്, ഇന്റേർണലി ഡിസ്ജോയിന്റ് അല്ലെ, അത് പറഞ്ഞിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെ വേറൊരു തിയറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. ഒരു കണക്റ്റഡ് ഗ്രാഫ്, അതിന് 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണ് എങ്കിൽ അതിലുള്ള എവ്രി എഡ്ജ് പ്രത്യേകം ശ്രദ്ധിക്കാം, ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇന്റർസെക്ട് ചെയ്യും. എന്തിനാ, 2 സൈക്കിളിനെങ്കിലും ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അതായത് 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് എടുത്താൽ അതിലുള്ള ഏതൊരു എഡ്ജും അതെന്ത് ചെയ്യും, 2 സൈക്കിളുകളെ ഇന്റർസെക്ട് ചെയ്യും. ഒന്നെങ്കിൽ ഇങ്ങനെ, ഒന്നെങ്കിൽ ഇതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവാം. അതായത് ഒരു കോമൺ ആയിട്ട് ഒരു എഡ്ജ് വരും എന്നാണ്. 2 സൈക്കിളും കൂടി കോമൺ ആയിട്ട് ഒരു എഡ്ജ് വരിക. ഇപ്പം 2v എന്ന് പറയുന്ന എഡ്ജ് ആണ് എന്ന് വിചാരിക്കുക, ഡൗട്ട് ഉണ്ടാവൂല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ എഡ്ജ് ഒരു സൈക്കിളിനും അതുപോലെ തന്നെ വേറൊരു സൈക്കിളിനും കോമൺ ആയിരിക്കും. 2 സൈക്കിളിന്റെ എക്സാക്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 സൈക്കിളിന് എന്തായിരിക്കും, ഇന്റർസെക്ട് ചെയ്യും, അല്ലെങ്കിൽ 2 സൈക്കിളിന് കോമൺ ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ്. ഓക്കെ, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ജി എന്ന് പറയുന്നത് 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണ് എന്നെടുത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇഫ് ഇ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെറ്റ് ഇ ഈക്വൽ ടു യു വി എന്ന് പറയുന്ന ഒരു എഡ്ജാണ്, ഗ്രാഫിൽ ജിയിലെ ഒരു എഡ്ജാണ്. ഓക്കെ, അപ്പം ആ എഡ്ജ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, മിനിമം പ്രൂവ് ചെയ്യേണ്ടതാണ് അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എല്ലാ എഡ്ജുകളും. ഏത് എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഡ്ജൊക്കെ ഇന്റർസെക്ട് ചെയ്യും. എന്തിനാ, എഡ്ജ് സെറ്റ് ഓഫ് എ 2 സൈക്കിൾ. അതായത് 2 സൈക്കിൾ കോമൺ ആയിട്ടുള്ള ഒരു എഡ്ജാണ്, അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ഒരു വെർട്ടെക്സ് എടുത്തു, അല്ല ഒരു എഡ്ജ് എടുത്തു, അത് യു വി എന്നാണ് അതിന്റെ പേര്, ഇ ഈക്വൽ ടു യു വി എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സസൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തിയറം മോഡൽ എന്താ, എഡ്ജ് ഫോം ഫോർ വിറ്റ്നീസ് തിയറം. അതായത് 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് any 2 distinct vertices of G are connected by at least 2 edge disjoint path. Important ആണ്. ഈ കൺസെപ്റ്റ്സ് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ 3 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ജി മൈനസ്, അപ്പം ഇ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കട്ട് എഡ്ജ് അല്ല, അല്ലേ, കട്ട് എഡ്ജ് അല്ല. അപ്പം ജി മൈനസ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി എന്ന് പറയുന്നത് 3 എഡ്ജ് കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് എന്തായിരിക്കും, 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫായി മാറും. ഓക്കെ ഓക്കെ, ബിക്കം എ 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ്. അങ്ങനെയാണ് എങ്കിൽ എഡ്ജ് ഫോം ഓഫ് വിറ്റ്നീസ് തിയറം പ്രകാരം അങ്ങനെയാണ് എങ്കിൽ ദർ എക്സിസ്റ്റ് 2 ഡിസ്ജോയിന്റ് പാത്ത്, എഡ്ജ് ഡിസ്ജോയിന്റ് പാത്ത് അല്ലെ, 2 എഡ്ജ് ഡിസ്ജോയിന്റ് പാത്ത്. ഓക്കെ, പാത്ത് എന്തായിരിക്കും, അത് പാത്ത് P1 ആൻഡ് P2 എഡ്ജ് ഡിസ്റ്റോയിന്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട്
യുവും ബിയും എടുത്തു, ഞാൻ യുവും ബിയും എടുത്തു. ഇ എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടു എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു പാത്ത് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു പാത്തും വേറൊരു പാത്ത് ആണെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ. കോമൺ ആയിട്ട് വെർട്ടെക്സ് വരാം, പക്ഷെ എഡ്ജ് വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ രണ്ട് P1 എന്ന് പറയുന്നതും P2 എന്ന് പറയുന്ന പാത്തുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനാ P1, ഇത് P2. ഓക്കെ, ഇനിയുള്ള പ്രത്യേകത നോക്കുക. ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് തന്നു, ടു എഡ്ജ് ഡിസ്റ്റോയിന്റ് ഗ്രാഫുകൾ കിട്ടുമെന്ന് നമുക്ക് കിട്ടി. അപ്പം P1 യൂണിയൻ എഡ്ജ് ഇ എന്തായി മാറും? ദാറ്റ് ഈസ് എ സൈക്കിൾ. നോക്കുക, ഈ യു വി എന്നുള്ള ഈ P1 ഈ P1 കൂടി ചേർന്ന ഒരു സൈക്കിൾ ആയി മാറും. അതുപോലെ തന്നെ P2 യൂണിയൻ ഇ എന്ന് പറയുന്ന എഡ്ജും കൂടി ചേർന്ന വേറൊരു സൈക്കിളായി. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള കുഞ്ഞാപ്പാര അല്ലെങ്കിൽ C1 ഇന്റർസെക്ഷൻ എഡ്ജ് ഓഫ് C1 അങ്ങനെ എഴുതണം. ഓക്കെ, എഡ്ജ് ഓഫ് C1 ഇന്റർസെക്ഷൻ എഡ്ജ് ഓഫ് C2 എന്ന് പറഞ്ഞാൽ ആരാ? ഇ ആണ്, സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് ഇ. അപ്പം ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും ആ എഡ്ജൊക്കെ രണ്ട് സൈക്കിളിന് കോമൺ ആയിട്ടുള്ള എഡ്ജ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. പ്രൂഫ് റെഡി. ഓക്കെ, ഇനി കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, എങ്ങനെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യും? അതായത് കോൺവേഴ്സ് ആയിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സപ്പോസ് ചെയ്യണം. സപ്പോസ് രണ്ട് ഇ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈച്ച് എഡ്ജുകൾ, എല്ലാ എഡ്ജുകളും ഓരോ എഡ്ജുകളും എന്താണ്? കോമൺലി ബിലോങ്സ് ടു അല്ലെങ്കിൽ ബിലോങ്സ് ടു ഇ ഇന്റർസെക്ഷൻ ഓഫ് C1 എഡ്ജ് ഓഫ് C2. ഓക്കെ, എടുക്കും. അതായത് രണ്ട് സൈക്കിളിലും കോമൺ ആയിട്ടുണ്ട് എന്ന് എടുക്കും. അങ്ങനെയാണ് എങ്കിൽ സൈക്കിളും കോമൺ ആണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ എന്തല്ല സൈക്കിൾ ഉണ്ട് എങ്കിൽ എഡ്ജ് ഓഫ് സൈക്കിൾ ഉണ്ട് എങ്കിൽ എന്തല്ല നമുക്കറിയാം, സൈക്കിൾ ആണ് എങ്കിൽ അതെന്തല്ല കട്ടെഡ്ജ് അല്ല. രണ്ട് സൈക്കിളാണെങ്കിൽ ഒരിക്കലും അല്ല, അല്ലെ? അങ്ങനെയാണ് എങ്കിൽ ഓരോ എഡ്ജുകളും ഒരിക്കലും എന്തല്ല, രണ്ട് സൈക്കിളുണ്ട് അല്ലെ? രണ്ട് സൈക്കിളുണ്ട് ഓരോ എഡ്ജുകളും. അങ്ങനെയാണ് എങ്കിൽ ഓരോ, അതായത് മിനിമം ഗ്രാഫിൽ നിന്നും രണ്ട് എഡ്ജുകളെങ്കിലും ഇയും എഫ് എന്ന് പറയുന്ന രണ്ട് എഡ്ജുകൾ ഡിലീറ്റ് ചെയ്താലും എന്താവില്ല? ഡിസ്കണക്ട് ആവോ? ഡിസ്കണക്ട് ആവില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് സർക്കിളിലെങ്കിലും മിനിമം ആരുണ്ട്? ഇ ഉണ്ടാവും. ഇ എന്ന് പറയുന്ന ഓരോ വെർട്ടെക്സുകളും അല്ല ഓരോ എഡ്ജുകളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്തല്ല, രണ്ട് എഡ്ജുകൾ ഡിലീറ്റ് ചെയ്താലും എന്താവില്ല? ഗ്രാഫ് ഡിസ്കണക്ട് ആവില്ല. അപ്പം നിർബന്ധമായിട്ടും മിനിമം ആയിട്ട് എത്ര എഡ്ജെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടി വരും ഡിസ്കണക്ട് ആവണമെങ്കിൽ? 3 എഡ്ജെങ്കിലും ഡിലീറ്റ് ചെയ്താലേ, ഓക്കെ, ഡിലീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ജി ഡിസ്കണക്ട് ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി? ലാംഡ, അതായത് ജി എന്ന് പറയുന്നത് എന്താണ്? പ്രീ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? അറിയില്ലേ? എന്താണ് പറയോ? ഇല്ല.